സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് ദുരന്തം. അതിൻ്റെ ദൃശ്യങ്ങളെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളും ഞാനും കാണുകയുണ്ടായി. ഉള്ളുലയ്ക്കുന്ന പൊട്ടുന്ന ദൃശ്യങ്ങളാണ് തുടർച്ചയായി നാം ഒക്കെ കണ്ടത്. ലോലാഹൃദയർക്ക് ഒന്നോ രണ്ടോ നിമിഷത്തിൽ കൂടുതൽ ഈ ദൃശ്യങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഏതാനും മിനിറ്റുകൾ, ഒന്നോ രണ്ടോ മിനിറ്റ് ഈ ദൃശ്യങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ട് പിന്നെ സ്കിപ്പ് ചെയ്യുന്നൊരു രീതിയാണ് ഞാൻ പോലും ചെയ്യാറുള്ളത്. കാരണം തുടർന്ന് ഇത്തരം ദൃശ്യങ്ങൾ കാണാനുള്ള മനക്കരുത്ത് നിങ്ങളിൽ പലരെയും പോലെ എനിക്കുമില്ല എന്നർത്ഥം. ഈ ദുരന്തത്തെക്കുറിച്ച് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ പണ്ഡിതരുടെ പല അഭിപ്രായങ്ങളും പറഞ്ഞു കേൾക്കുന്നു. ഭൂമിദേവി ക്ഷമാശീലയാണ്, ക്ഷമയുടെ പര്യായമാണ് ഭൂമിദേവി. എങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രകൃതിയുടെ ഒരു ബാലൻസിന് കോട്ടം തട്ടുമ്പോൾ ആ പ്രകൃതിക്കും പ്രതികരണങ്ങൾ ഉണ്ടാവാമെന്നാണ് പണ്ഡിത പക്ഷം. ഞാനൊരു പണ്ഡിതനല്ല. ഇക്കാര്യം ഈ പ്രകൃതി സംബന്ധമായ വിഷയങ്ങളിലും മറ്റുമൊക്കെ പാമരനായ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാനുള്ള യോഗ്യത ഇല്ല. അപ്പോൾ പണ്ഡിതരുടെ അഭിപ്രായങ്ങളിലേക്ക് നാമൊക്കെ കാത് കൂർപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈയിടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു പണ്ഡിതനുമായുള്ള ഒരു അഭിമുഖം ഞാൻ കാണുകയുണ്ടായി. പണ്ഡിതന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നില്ല. എങ്കിൽ പോലും ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ഈ ക്വാറികളുടെയും മറ്റും അമിത പ്രവർത്തനമാണോ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ കാരണങ്ങൾ ഒന്ന് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ക്വാറിയുടെ പ്രവർത്തനം വലിയ ദോഷമുണ്ടാക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം കാരണമായി പറയുന്നത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളില് പൊട്ടി വീഴുന്ന കല്ലുകൾക്ക് മണ്ണിന്റെ നിറമാണുള്ളത്. ക്വാറിയിൽ നിന്നും നാം അടർത്തിയെടുക്കുന്ന കല്ലുകളുടെ നിറമല്ല. അപ്പോ ക്വാറിയുടെ നിരന്തര പ്രവർത്തനം ദുരന്തങ്ങളുടെ കാരണമല്ല എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. ഏതായാലും പണ്ഡിതരുടെ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഈ വഴിക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പണ്ഡിതർ ഇക്കാര്യങ്ങളിലേക്ക് അവരെ പ്രവർത്തിക്കുന്നില്ല. പണ്ഡിതരുടെ പ്രവർത്തനവും കാര്യങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്കിൽ പോലും കൂടുതൽ ഇക്കാര്യങ്ങളൊക്കെ, അവരുടെ നിരീക്ഷണങ്ങളൊക്കെ മറ്റ് ഉദ്യോഗസ്ഥരും നമ്മളെപ്പോലുള്ള സാധാരണക്കാരുമൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സഹായഹസ്തങ്ങൾ വയനാട്ടിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്നു. അത് സ്വാഗതാർഹമാണ്. മനുഷ്യ മനസാക്ഷി മരവിച്ചിട്ടില്ല എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ ഈ സഹായഹസ്തങ്ങളും ആശ്വാസവചനങ്ങളും. അമേരിക്കൻ പ്രസിഡന്റിന്റെ ശ്രദ്ധ പോലും വയനാട്ടിലേക്ക് നമ്മളൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ പോലും ശ്രദ്ധ, പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നു. പിന്നെ ഇടയ്ക്ക് ചില ബിരുദന്മാരും ക്രൂരന്മാരും ഇതിനെക്കുറിച്ചുള്ള കമന്റുകൾ, കാരണം മറ്റേ റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ ആരോ വീണ വായിച്ചു എന്ന് പറഞ്ഞതുപോലെ ഏതോ ഒരുത്തനും ഒന്നോ രണ്ടോ പേരുടെ ദുഷിച്ച കമന്റുകളും വന്നു. അവർക്ക് പൊതുജനത്തിന്റെ കരുത്തുള്ള സഹോദരങ്ങളുടെ ശരിക്കും അവരുടെ പണി ഇവന്മാരുടെ ശരീരത്തിൽ പണി കിട്ടുകയും ചെയ്തു.
സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ഇക്കാര്യം കണ്ടതാണ്. അപ്പോൾ ഏതായാലും ഇനിയൊരു ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. വീണ്ടും വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം സുഹൃത്തുക്കളെ.